എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ, ഒരുപക്ഷെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഒരു വലിയ പാറയ്ക്കുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഫ്രഞ്ച് കലാകാരനായ എബ്രഹാം പെയിൻചവൽ എന്ന വ്യക്തി ഇത് സ്വന്തമാക്കി കാണിച്ചു തന്നു. പാരീസിലെ പാലേസ് ഡി ഡോക്കിയോ എന്ന മ്യൂസിയത്തിൽ വെച്ചാണ് ഈ വിചിത്രമായ സംഭവം നടന്നത്. ഏകദേശം 12 ടൺ ഭാരമുള്ള ഒരു കൂറ്റൻ ചുണ്ണാമ്പു കല്ലിനുള്ളിലാണ് അദ്ദേഹം സ്വയം തടവിലാക്കപ്പെട്ടത്. ഈ കല്ല് കൃത്യമായി പകുതിയായി മുറിച്ച് അതിനുള്ളിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്ന ആകൃതിയിൽ കുഴിയുണ്ടാക്കുകയായിരുന്നു. ആ കുഴിക്കുള്ളിൽ എബ്രഹാമിന് കഷ്ടിച്ച് ഇരിക്കാൻ മാത്രമേ ഇടമുണ്ടായിട്ടുള്ളൂ. കൈകളോ കാലുകളോ ഒന്ന് നിവർത്താൻ പോലും സാധിക്കാത്ത അത്രയും ഇടുങ്ങിയ ഒരിടം. ഒരു ശവപ്പെട്ടിയേക്കാൾ ചെറിയ ആ സ്ഥലത്ത് അദ്ദേഹം ചെലവഴിച്ച നീണ്ട 7 ദിവസങ്ങളാണ്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ലോകം മുഴുവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് അദ്ദേഹം അവിടെ ശ്വസിക്കുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന്. ഈ പരീക്ഷണത്തിനായി വളരെ കൃത്യമായ പ്ലാനിംഗ് അദ്ദേഹം നടത്തിയിരുന്നു. പാറയ്ക്കുള്ളിലേക്ക് വായു കിടക്കാൻ ചെറിയ ദ്വാരങ്ങൾ ഇട്ടിരുന്നു. ഭക്ഷണത്തിനായി ഉണക്കിയ മാംസവും പഴങ്ങളും ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങളും അദ്ദേഹം മുൻകൂട്ടി കരുതി. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയാനകം അവിടെയുള്ള ഏകാന്തതയായിരുന്നു. പുറത്ത് എന്ത് നടക്കുന്നു എന്നോ സമയം എത്രയായെന്നോ അറിയാൻ അദ്ദേഹത്തിന് ഒരു വഴിയുമുണ്ടായിരുന്നില്ല. ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ ആ കല്ലിനുള്ളിൽ അദ്ദേഹം ഒരു ശിലയെ പോലെ ഇരുന്നു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയിലെ ഒരു വസ്തുവായി മാറുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പാറയുടെ ഉള്ളിലെ തണുപ്പും വായുവിന്റെ കുറവും അദ്ദേഹത്തിന് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പക്ഷേ തന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ആ 7 ദിവസങ്ങൾ പൂർത്തിയാക്കി. ആ പാറയുടെ ഹൃദയമിടിപ്പ് പോലും തനിക്ക് കേൾക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. എബ്രഹാം പെയിൻചവൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് ഒരു വലിയ കരടിയുടെ പ്രതിമയ്ക്കുള്ളിൽ 2 ആഴ്ചയോളം അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. നദിയിലൂടെ ഒരു കൂറ്റൻ ഗ്ലാസ് കുപ്പികൾ ഇരുന്നുള്ള യാത്രയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തിനാണ് ഒരാൾ ഇങ്ങനെ സ്വയം പീഡിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പ്രകടനമല്ല, മറിച്ച് മനുഷ്യന്റെ അതിജീവന ശേഷിയെക്കുറിച്ചുള്ള പഠനമാണ്. ഒരു നിശ്ചിത സമയത്തേക്ക് ലോകത്തെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് അദ്ദേഹം ഇതിലൂടെ കാണിച്ചു തന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ അദ്ദേഹം ആ 7 ദിവസത്തെ തടവ് ജീവിതം കഴിഞ്ഞ് പുറത്തു വരുന്ന നിമിഷമാണ്. മ്യൂസിയത്തിൽ തടിച്ചുകൂടിയ 100 കണക്കിന് ആളുകൾക്ക് മുന്നിൽ ആ പാറ പകുതിയായി തുറന്നപ്പോൾ ലോകം കണ്ടത് തളർന്നുപോയ ഒരു മനുഷ്യനെയല്ല, മറിച്ച് അസാധ്യമായ നേടിയിട്ടുള്ള ഒരു പോരാളിയെയാണ്. ഈ പരീക്ഷണത്തിന് ശേഷം അദ്ദേഹം മറ്റൊരു വിചിത്രമായ കാര്യം കൂടി ചെയ്തു. 10 കോഴിമുട്ടകൾക്ക് മുകളിൽ വിരിയും വരെ അടയിരിക്കുക എന്നതായിരുന്നു അത്. ശരിക്കും ഒരു കോഴിയെ പോലെ അദ്ദേഹം ആ മുട്ടകൾക്ക് ചൂട് നൽകുകയും കുഞ്ഞുങ്ങളെ വിരിയിക്കുകയും ചെയ്തു. കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും പ്രകൃതിയുമായി മനുഷ്യൻ എത്രത്തോളം ഇണങ്ങിപ്പോകാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ഇതിലൂടെയൊക്കെ തെളിയിക്കുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് ഇന്റർനെറ്റും മൊബൈൽ ഇല്ലാതെ 1 മണിക്കൂർ പോലും ഇരിക്കാൻ നമുക്ക് പ്രയാസമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു പാറയ്ക്കുള്ളിൽ 7 ദിവസം ചിലവഴിച്ച ഈ മനുഷ്യന്റെ കഥ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഏതൊരു കഠിനമായ സാഹചര്യത്തെയും അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് എബ്രഹാം പെയിൻചവൽ തെളിയിക്കുന്നു. ഈ വിചിത്രമായ മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹസികതയെക്കുറിച്ചും നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിചിത്രമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.